ഹലോ, അപ്പോൾ എല്ലാവർക്കും വെച്ചിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നേരത്തെ രണ്ട് അറ്റോമിക് മോഡൽസ് കണ്ടായിരുന്നു, ജെ തോംസൺ മോഡൽ അതുപോലെ റൂദർഫോർഡ് മോഡൽ. സോ ഇന്ന് നമ്മൾ തേർഡ് മോഡലാണ് നോക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് ബോർ മോഡൽ. സോ ബോർ മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ്. കുറച്ച് മറ്റേ നമ്മൾ രണ്ട് മോഡൽസ് കൺസിഡർ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ഒരു മോഡലാണ് ബോർ മോഡൽ. സോ എന്താണ് ബോർ മോഡൽ നോക്കാം. ഡീറ്റെയിൽ പോവുകയാണെങ്കിൽ ബോർ മോഡൽ പറയുന്ന അനുസരിച്ച് 3 പോസ്റ്റുലേറ്റ്സ് പറയുന്നു. സോ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് അനുസരിച്ച് ഇലക്ട്രോൺസ് revolve around the nucleus in circular paths. ഇലക്ട്രോൺസ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയസിൽ റിവോൾവ് ചെയ്യുന്നത് സർക്കുലർ പാത്സിലാണ് ഫസ്റ്റ് പറയുന്നത്. ആ സർക്കുലർ പാത്സിൽ നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് നമ്മളിത് പറയും. ഓക്കെ, സർക്കുലർ പാത്സ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് പോയിന്റ് ആംഗുലർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ. ആ ഒരു ഓർബിറ്റലിന്റെ ആംഗുലർ മൊമെന്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അതിനെ നമ്മൾ h കട്ട് എന്ന് വിളിക്കുന്നത് h ക്രോസ്. സോ ആംഗുലർ മൊമെന്റം ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ mvr ഈസ് ഈക്വൽ ടു NH, കാരണം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് NH/2π എന്നാണ് വരുന്നത്. NH/2π. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രാൻസിഷൻ നടക്കണം. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും. ചിലപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് തൊട്ടടുത്തുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാം, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാം. സോ ആ ഒരു ഇത് വെച്ച് when there is a transition absorption or emission takes place. Absorption or emission takes place. സോ അതായത് ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒന്നെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നു, അതായത് ഹയർ എനർജി ഓർബിറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഹയർ എനർജി ഓർബിറ്റിലേക്ക് കുറച്ച് താഴ്ത്തു വരും. സോ അത് നമ്മൾ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഫിഗർ വരയ്ക്കുന്നത് രണ്ടിലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർബിറ്റലാണ്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, ഇത് ഹയർ എനർജി സ്റ്റേറ്റ് ആണ്, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. സോ ഇവിടുന്ന് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു അബ്സോർപ്ഷൻ ആണ് ബേസിക്കലി നടക്കുന്നത്. ഇവിടെ അബ്സോർപ്ഷൻ നടക്കുന്നു. അതുപോലെ നേരെ ഓപ്പോസിറ്റ് നടക്കുകയാണെങ്കിൽ എമിഷൻ. ഓക്കെ, അതായത് എക്സൈറ്റ് ചെയ്ത് അപ്പുറേ പോയിട്ട് താഴ്ത്ത് വരുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ ഇത് നമ്മളെ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഡി എക്സൈറ്റേഷൻ. ഇലക്ട്രോൺസിൻ്റെ ഡി എക്സൈറ്റേഷൻ കാരണമാണ് നമ്മൾ ഈ ചില എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ കളർ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കളർ വരുന്ന ആ ഒരു ഇതുകൊണ്ടാണ്, അത് ഡി എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടാണ്. സോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അബ്സോർപ്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് മൂന്നുമാണ് ഇതിൻ്റെ പോസ്റ്റുലേറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുലേറ്റ്സ് വരുന്നത്. ഫസ്റ്റ് ന്യൂക്ലിയസിൽ സർക്കുലർ പാത്ത് ആയിട്ടാണ് പോകുന്നത്, അതിനെ സ്റ്റേഷനറി ഓർബിറ്റൽ പറയും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം ഓഫ് ഓർബിറ്റൽ ഇസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π അല്ലെ h ക്രോസ്. NH/2π ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. when there is a transition, absorption or emission take place. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് അബ്സോർപ്ഷൻ താഴോട്ട് എമിഷൻ. ഇത്രയാണ് പോസ്റ്റുലേറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ബോർ റേഡിയസ് ആണ്. ബോർ റേഡിയസ് ആണ് അടുത്ത കാണാനുള്ളത് പറഞ്ഞു. സോ ബോർ റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ ഞാനിപ്പോൾ ചെയ്യാം.
അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബേസിക്കലി കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ബേസിക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, നമുക്ക് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇങ്ങോട്ടൊരു ഇത് പി വെലോസിറ്റി, ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ആർ റേഡിയസ്. ഓക്കെ, ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ നിൽക്കുന്നു, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് നിൽക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കേട്ടല്ലേ. സോ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്രസെൻറ്റ് ചെയ്യുന്നത് എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതാണ് ബേസിക് ഇക്വേഷൻ. സോ എന്താണ് അടുത്തെന്ന് ചോദിച്ചാൽ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് മാറ്റണമല്ലോ. സോ ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർബിറ്റൽ പാത്താണ് അല്ലേ. സോ ഇതിന് ചുറ്റും സംഭവമാണ്. സോ ദർ ഇസ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ എഴുതുവാണെങ്കിൽ എഫ് സെൻട്രിപെറ്റൽ ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇക്വേഷൻ പണ്ട് പഠിച്ചിട്ടുള്ളത്, നമ്മൾ പ്ലസ് ടുവിലൊക്കെ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ഇക്വേഷനാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫിസിക്സിൽ കാണുന്നതാണ്. സോ എഫ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ Q1 Q2 ബൈ ആർ സ്ക്വയർ എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, ഇനി പക്ഷേ നമുക്ക് മേലത്തെ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്തെഴുതാം. അത് Q1 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ZE എന്ന്, അതുപോലെ ഇതിനെ E എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. Q2 E എന്നും ഇതിനെ ആർ സ്ക്വയർ റെപ്രസെൻറ്റ് ചെയ്ത് K is E square by R square എന്ന് എഴുതുമ്പോൾ അതുപോലെ ഇത് എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ ഓക്കെ അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുന്നത് ഈ രണ്ട് ഫോഴ്സസ് ഇക്വലന്റ് ആണ്. സോ ഇക്വലന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് അട്രാക്റ്റീവ് ഈസ് ഈക്വൽ ടു എഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ അവിടെ എന്താണ് കെ ഇസ് ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ് അല്ലേ. ഇവിടെ കുറച്ച് ക്യാൻസലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ ആറും ആറും ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, പിന്നെ ഇവിടെ വി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ വി സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ഇസ് ഇ സ്ക്വയർ അപ്പോൺ എം ഇൻറ്റു ആർ. ഇതൊരു ഇക്വേഷൻ നമ്പർ 1 നോക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. വി സ്ക്വയർ കിട്ടി. അപ്പോൾ ഇവിടെ വി സ്ക്വയർ കിട്ടി, നമുക്ക് കണ്ടുപോയി നമ്മുടെ ഇനീഷ്യൽ എയിം എന്താണ്, ബോർ റേഡിയസ് കാണാനാണ് അല്ലേ. സോ അതിന് നമ്മൾ അടുത്ത എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഉണ്ടല്ലോ, ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് അനുസരിച്ച് ആംഗുലർ മൊമെന്റം ഇസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h ബൈ 2π എന്നാണ്. സോ അത് വെച്ച് ഇനി എന്ത് ചെയ്യാം. സോ അത് വെച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വെച്ച് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണ്, MVR is equal to NH by 2π ആണ് അല്ലേ അല്ലേ. ഇനി ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും എം സ്ക്വയർ വി സ്ക്വയർ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നമുക്ക് ഇവിടുന്ന് വി സ്ക്വയർ കിട്ടണം. വി സ്ക്വയർ കിട്ടണമെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് രണ്ടും താഴോട്ട് പോകും, n square h square by 4π square m square r square. അപ്പോൾ ഇതാണ് നമുക്ക് വി സ്ക്വയറിൻ്റെ ഒരു സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കിട്ടിയത്, വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിനെയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ കമ്പയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നോക്കാം. സോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കെ ഇസഡ് നമുക്ക് നോക്കാം. കെ ഇസഡ് K is E square by MR is equal to N square H square by 4π square M square R square. So ഇവിടെ കുറച്ച് ക്യാൻസലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് എം സ്ക്വയർ ആർ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ എം ആർ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അവശേഷിക്കാൻ നമുക്ക് എന്താണ്
ഇത് ഫുള്ള് കട്ടാവത്തില്ല. m² r² അല്ലേ, ഇവിടെ ഒരു ഇതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. ഇനി അവിടെ നിൽക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നാണ് നമുക്ക് r കണ്ടുപിടിക്കുന്നത്. r ഈസ് ഈക്വൽ ടു r മേലോട്ട് പോകുന്നു. r ഈസ് ഈക്വൽ ടു n² h². ബാക്കി എല്ലാം താഴോട്ട് എഴുതുക. 4πm k(z)(e²). ഓക്കെ, കിട്ടിയല്ലോ. അതായത് നമുക്ക് r കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആണ്. പക്ഷേ ഇതല്ല, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും r ഈസ് ഈക്വൽ ടു 0.53 ഇൻറ്റു n²/z. ഇതാണ് ഒരു ബോർ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ r ഈസ് ഈക്വൽ ടു r0 ഇൻറ്റു n²/z. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതിനെ ഈ ഒരു n² ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റൻസ് ആണ്. n എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഓർബിറ്റിൻ്റെ ആ ഒരു ഇതാണ് പറയുന്നത്. അതുപോലെ z എന്ന് പറയുമ്പോൾ എന്താണ്, അറ്റോമിക് നമ്പർ ആണ് പറയുന്നത്. ഇപ്പം സപ്പോസ് നമ്മളിപ്പം പല ആറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ അറ്റോമിക് നമ്പർ ഇപ്പം കാർബൺ 6 അങ്ങനെ അതാണ് z പറയുന്നത്. പിന്നെ വേറൊന്നുമില്ല, ഇതാണ് ബോർ റേഡിയസ്. ഞാൻ ആദ്യം പറഞ്ഞത് ബോർ റേഡിയസ് അവസാനം കിട്ടുമെന്ന് പറഞ്ഞു. സോ r0 വെച്ച് റെപ്രസെന്റ് ചെയ്ത് ഞാൻ പറഞ്ഞുള്ളൂ. ഇതാണ് ബോർ റേഡിയസ്. ഓക്കെ, സോ ഇത് വെച്ചാണ് നമുക്ക് പ്രോബ്ലം. ഇവിടെ n ഉണ്ടായി നമുക്ക് കിട്ടും, അതുപോലെ z കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് ബോർ റേഡിയസിൻ്റെ ഒരു ഡെറിവേഷൻ വരുന്നത്. പിന്നെ ഇനി ബോർ മോഡലിൽ കുറച്ച് ഇതുണ്ട്, ഡിഫക്ട്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലിമിറ്റേഷൻ വരുന്നത്, ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ Zeeman effect and the Stark effect. Okay, അതൊരു ഇതായിരുന്നു. സീമൻ എഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റാർക്ക് എഫക്റ്റ് ഒക്കെ അറിയാം. അതായത് സ്പ്ലിറ്റിംഗ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, ഈ സ്പെക്ട്രൽ ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് അത് പറയുന്നത്. സെക്കൻഡ് ഒരു ഇതെന്ന് പറയുന്നത് ഹൈസൻബർഗ് കൺസൾട്ടൻറ്റ് പ്രിൻസിപ്പിൾ അത് ഒബേ ചെയ്യുന്നില്ല. അത് രണ്ടുമാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് വരുന്നത്. ഇനി ഒരു പ്രോബ്ലമാണ്, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സെക്കൻഡ് ബോർ ഓർബിറ്റ് ഫോർ ഹീലിയം അയോൺ. ഹീലിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് എന്താണ്, ഇസഡ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ബോർ റേഡിയസ് ആണ്, അപ്പോൾ n ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. r ഈസ് ഈക്വൽ ടു r0.53 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ r0 ഇൻറ്റു n²/z. ഓക്കെ, ഇവിടെ വരുവാണെങ്കിൽ 0.53 ഇൻറ്റു n² എന്ന് പറയുമ്പോൾ n² 4 ആണ്. 4/2 എന്ന് പറയുമ്പോൾ 2 ആണ് വരുന്നത്. 2 വരും. ഇവിടെ ആണെങ്കിൽ 0.53 r0 ആണ്. r0 ഇൻറ്റു 2 is equal to r is equal to 2r0. അല്ലെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ 1.06 വരും. ഇത്രയാണ് നമ്മൾ ബോർ റേഡിയസ് എഴുതാൻ പറഞ്ഞതാണ് ആ ഒരു ഇതിൽ എഴുതിയത്. സോ ഇത്രയാണ് ബോർ ഓർബിറ്റിൻ്റെ ആ ഒരു ബോർ മോഡലിനെ പറ്റി പറയാനുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.